ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. സദ്യകളിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചിക്കറി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഓയിലിൽ വറുത്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഓയിലിട്ട് വറുത്തെടുക്കേണ്ടി വരും കേട്ടോ. വറുക്കുന്നതിന് മുമ്പായിട്ട് എന്നത് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേ. അപ്പോൾ ഉലുവയും അതുപോലെ നമ്മൾ വറുത്ത് പൊടിക്കേണ്ടതാണ് ഇതിൽ. ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ ഒരു ചെറിയൊരു ക്രിസ്പി പോലെ ആയി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും അതുപോലെ ഓയിലിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. സദ്യകളിലൊക്കെ ഉഗ്രനാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. സദ്യകളിലൊക്കെ ഇഞ്ചിക്കറി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഇതേ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മൂന്നും കൂടെ നമ്മൾ ഓയിലിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലുണ്ടായിരുന്ന ഓയിൽ തന്നെയാണ് കേട്ടോ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ആ ഓയിലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കായപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ലേശം കായപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ ആദ്യം വറുത്തെടുത്ത 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് 3 നമ്മളൊന്ന് പൊടിച്ച് വരാം കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേന് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അതുവരെ നമ്മളിതൊന്ന് തിളപ്പിച്ച് കൊടുക്കട്ടോ. നമ്മൾക്ക് ആവശ്യമായിട്ട് നല്ല എന്താ പറയുക, നല്ല കട്ടി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. സദ്യകളിലൊക്കെ നമുക്ക് ഓണസദ്യയിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.